കാശിഫുൽ ഉലൂമിൽ നിന്നും കാശിഫി ബിരുദമെടുക്കുകയും SKSFിൻ്റെ തളിപ്പറമ്പ് മണ്ഡലം ഓർഗനൈസറുമായിരുന്ന മുസ്തഫ കാശിഫി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അൽ വാഹിദിൽ അഹദ് അൽ ഫർദിസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. സഹോദരന്മാരെ, കൂടുതൽ പരത്തി പറയാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് സമസ്ത കേരള സുന്നി സ്റ്റുഡൻറ്റ് ഫെഡറേഷനിലെ SKSFിൽ സജീവമായി വർക്ക് ചെയ്ത് പ്രവർത്തിച്ച തളിപ്പറമ്പ് മേഖലയിൽ കൂടുതൽ കാലങ്ങളോളം ജോലി ചെയ്യുകയും ആ മേഖലയിൽ തന്നെ ഓർഗനൈസറൊക്കെ ആയിട്ട് പ്രവർത്തിച്ച ഒരു എളിയ വ്യക്തിയാണ്. അന്ന് സുന്നത്ത് ജമാഅത്തിൽ കിതാബിൽ പഠിച്ചതുപോലെ പ്രവർത്തിക്കണമെന്നൊരാഗ്രഹമുണ്ടായി. അത് പ്രവർത്തിക്കാൻ വിടാത്തൊരവസ്ഥയാണ് കാണുന്നത്. ഉദാഹരണത്തിന്, മരിച്ചുപോയ ഞാൻ ചില കാര്യങ്ങൾ എൻ്റെ ഉസ്താദന്മാരോട് ചോദിക്കുകയും ആ ചോദ്യത്തിന് മറുപടിയായി ഉസ്താദന്മാർ പറയുന്നത്, വളരെ വ്യക്തമായ രീതിയിൽ ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, മോനെ മുസ്തഫ നിനക്ക് എന്ത് പറ്റി എന്നുള്ളതാണ്. വിശദമായി ഒന്ന് ദലീൽ ദൃശ്യങ്ങൾ തരാതെ ഉരുണ്ട് കളിക്കുന്നൊരവസ്ഥയാണ് കാണുന്നത്. പ്രവാചകൻ്റെ സുന്നത്തനുസരിച്ച് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് സുന്നത്തായ കാര്യങ്ങൾ ഒരു ബിസിനസ് കച്ചവടമായിട്ടുള്ള ഒരു ചിത്രീകരണമാണ്. അമ്പിയാക്കൾ, സിദ്ദീഖുകൾ, സുഹദാക്കൾ, സാലിഹികളെ വിറ്റ് വരുമാനമുണ്ടാക്കുന്നൊരവസ്ഥയെക്കുറിച്ച് ഒരഭിപ്രായം ഉസ്താദന്മാരോട് ചോദിച്ചു. അതിന് ഒരു സ്വഹിയായ ഹദീസോ അല്ലെങ്കിൽ ഒരു ലഈഫായ ഹദീസ് പോലും തരാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് ഉസ്താദന്മാരോട് ചോദിച്ചപ്പോൾ അവർ അതിന് തെളിവ് തന്നിട്ടില്ല. പുണ്യമഹത്തുക്കളെ, അമ്പിയാക്കൾ, സിദ്ദീഖുകൾ, സുഹദാക്കൾ, സാലിഹികൾ ഉപയോഗിച്ചുകൊണ്ട് വരുമാനമുണ്ടാക്കുകയും ആ വരുമാനം കൊണ്ട് ദീനി സ്ഥാപനം നടത്താനുള്ള ഒരു തെളിവ് അത് നൽകാത്തത് കൊണ്ട് തന്നെ അത് ജായിസല്ല, ഹറാമാണ് എന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു, പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ജീർണക്കെതിരെ എന്നുള്ള SKSFിൻ്റെ പ്രമേയത്തിൽ സൈഫ് അന്നിപ്പാറ പറഞ്ഞതുപോലെ അദ്ദേഹമൊക്കെ നിൽക്കുന്ന സമയത്ത് തന്നെ SKSFിൻ്റെ പ്രമേയമായിട്ട് ആലക്കോട് തേർത്തല്ലി ഭാഗത്ത് ജീർണതയ്ക്കെതിരെ സംസാരിക്കുകയും ചെയ്ത ഒരു എളിയ വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഒരുപാട് ത്യാഗങ്ങളും പ്രയാസങ്ങളും സഹിച്ചിട്ടുണ്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നത്. പിലാത്തറ സമ്മേളനത്തോടു കൂടിയാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് ഞാൻ കയറി വന്നത്. 5 വർഷം പിന്നിട്ടു, 6ാമത്തെ വർഷത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്, ഇമാമിങ്ങൾ പോലും സൂക്ഷ്മത പുലർത്തിയ വിഷയത്തിൽ ഇന്നത്തെ ഭൂരിപക്ഷ സമസ്തയുടെ പണ്ഡിതന്മാർ സൂക്ഷ്മത പുലർത്തുന്നില്ല എന്നുള്ളത് പ്രത്യേകം ഉണർത്തുകയാണ്. കാരണം സൂചിപ്പിക്കുകയാണ്, വത്തക്കു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹു തആല പറയുന്നു. ഈ ആയത്ത് ഓർത്തുകൊണ്ടാണ് ഞാനൊക്കെ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത്. വത്തക്കു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, ഏതൊരു നിമിഷവും നമ്മൾ സൂക്ഷിക്കാൻ അല്ലാഹു തആല പറയുന്നത് പരലോകത്തെക്കുറിച്ച് ഓർക്കാനാണ്. ആ യൗമിനെക്കുറിച്ച് ഓർക്കുകയാണ്. ആ യൗമിൽ ഒരാൾ നമുക്കുണ്ടാവുകയില്ല. ഇവിടെ ഉദരത്തിന് വേണ്ടി ദീനിനെ വിൽക്കുകയാണ്. പ്രവാചകൻ്റെ ഒരു ഹദീസ് എനിക്ക് ഓർമ്മ വരികയാണ്. മരിച്ചുപോയ കബറിടങ്ങൾ വിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഉമ്മത്തും, എൻ്റെ ഉമ്മത്തിലൊരു അവസാന വിഭാഗം ജമാനൊരു കാലം വരാനുണ്ട്. അതാണ് ജമാനുൻ അല്ല, എൻ്റെ ഉമ്മത്തിന് കയ്യിൽ ഒരു കാലം വരാനുണ്ട്. ഹിമ്മത്തുഹും ബുത്തൂന, അവരുടെ ശ്രദ്ധ മുഴുവനും വയറ്റിലേക്കായിരിക്കും. വയറിന് വേണ്ടി അവർ എന്ത് മുദ്രാവാക്യം വിളിക്കും, വയറിന് വേണ്ടി എന്ത് നൂലാമല ഇവർ കൊണ്ടുവരും, ഏത് ഖുറാഫാത്ത് അവർ ചെയ്യും. അപ്പോൾ ആ ഖുറാഫാത്തിനാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. വയറ്റിന് വേണ്ടി ഖബറല്ല, ഔലിയല്ല, ജീവിച്ചിരിക്കുന്നവർ മരിച്ചാലും വരി ആരെയും വിറ്റുകൊണ്ട് ചൂഷണം ചെയ്യുന്നൊരവസ്ഥ. കാരണം ഉദാഹരണത്തിന് ഞാൻ പറയട്ടെ, ഇമാമിങ്ങൾ സൂക്ഷ്മത പുലർത്തിയത് സിയാറത്തുൽ ഖുബൂർ സുന്നത്താണ്, അതിനെതിർക്കുന്നവരല്ല സലഫികൾ. ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, സിയാറത്തിനെ എതിർക്കുന്നവരാണ് സലഫികൾ എന്ന് പറയുന്നു. സിയാറത്ത് സുന്നത്താണ് എന്ന് സമർത്ഥിക്കുന്നവരാണ് സലഫികൾ. അതായത് ഇസ്ലാഹി പ്രസ്ഥാനം, അതായത് ഖുർആനും സുന്നത്ത് അംഗീകരിക്കുന്നവനക്ക് ഖബർ സിയാറത്ത് അംഗീകരിക്കുകയും സുന്നത്താണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖബർ സിയാറത്തിനെ കുറിച്ച് പറഞ്ഞത്, നിങ്ങൾ സിയാറത്ത് ചെയ്തോളൂ, അത് തരിക്കൽ കൽബ് വതുദ്മഇൽ ഐൻ വതുദക്കിറുൽ ആഖിറ എന്ന പ്രവാചകൻ പറഞ്ഞത്. നിങ്ങൾ ഹൃദയത്തിന് അലിവുണ്ടാവും, നിങ്ങൾ തരിക്കൽ കൽബ്, ഹൃദയത്തിന് അലിവുണ്ടാവും, തുദക്കിറുൽ ആഖിറ, നിങ്ങൾ പരലോകത്ത് ഓർക്കാൻ കാരണമാവും, തുദ്മഇൽ ഐൻ, കണ്ണിന് ധാരാളം കണ്ണീർ ഒഴിക്കാൻ കഴിയും. മാത്രമല്ല നിങ്ങളെ ഉപേക്ഷിക്കപ്പെട്ട ഒരു അമലാണെന്ന് പറഞ്ഞു പോകരുത് എന്നും കൂടി പ്രവാചകൻ പറഞ്ഞു. ആ സിയാറത്തിനെയാണ് ഇന്ന്
കച്ചവടമാക്കുന്നത്. പരലോകത്തെ ഓർക്കേണ്ട സിയാറത്തിന് ഇന്നൊരു ബിസിനസ്സായിട്ട് മാറ്റുന്നു. ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ കിതാബിൽ നിന്നും ഹദീസിൽ നിന്നും സുന്നത്തായ മദ്ഹബിന്റെ ഇമാമികളുടെ ഭാഗത്തു നിന്നെല്ലാം തന്നെ വ്യതിരിച്ചുകൊണ്ടാണ് ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഖുർആനും സുന്നത്തനുസരിച്ച് മദ്ഹബിന്റെ ഇമാമികൾ പഠിച്ചതുപോലെ പ്രവർത്തിക്കണമെങ്കിൽ ഞാൻ പറയട്ടെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്ലാറ്റ്ഫോമിൽ വന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ സുബ്ഹാൻ മൗലവി പറഞ്ഞതുപോലെ ബാങ്കിന് തർജീഹ് മറുപടി കൊടുക്കുന്ന സുന്നത്തുണ്ട്. അതായത് ബാങ്കിന് ഒരേ രൂപത്തിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അതേ രീതിയിൽ തന്നെ മറുപടി കൊടുക്കണം. കേട്ടതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലെ ലാ ഹൗല വലാ ഖുവത അയ്യാലൽ ഒഴിച്ച് രണ്ട് അയ്യാലൽ ലാ ഹൗല വലാ ഖുവത എന്ന് പറയണമെന്ന് പറഞ്ഞു. ഇത് പ്രവാചകർ പഠിപ്പിച്ചു. അതേ രീതിയിൽ ഇമാമികൾ പറഞ്ഞു. ഫത്തുൽ മുഈൻ എടുത്ത് നോക്കിയാൽ സൈനുദ്ദീൻ മഖ്ദൂം വരെ പ്രത്യേകം എടുത്തു പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തന്നെ തർജീഹ് പറയാൻ പാടുള്ളൂ. അവിടെ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയരുത്. മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയൽ സുന്നത്തില്ല എന്ന് എടുത്തു പറയുകയാണ്. ബാബ് അദാനിൽ ഇഖാമ എന്ന് പറയുന്ന ബാബ് എടുത്ത് നോക്കിയാൽ കാണാം. അവിടെ തർജീഹ് പറഞ്ഞെടുത്ത് പറയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ പാടുള്ളൂ, മുഹമ്മദ് റസൂലുള്ളാഹിയുടെ കൂട്ടിച്ചേർക്കരുത്. ഇത്ര പോലും സൂക്ഷ്മത മദ്ഹബിന്റെ ഇമാമികൾ ഗ്രന്ഥങ്ങളിലൂടെ പുലർത്തിയിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൽ കാണിക്കാതെ അവിടെയെങ്ങളിൽ നല്ലതല്ലേ മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞാൽ എന്താ കുഴപ്പം എന്ന് പറഞ്ഞുകൊണ്ടുള്ള രീതിയിലുള്ള ഒരുപാട് സുന്നത്താണെന്ന് പറഞ്ഞുകൊണ്ട് മഹാന്മാരുടെ പേരിലും അതുപോലെ മഹത്തുക്കളുടെ പേരിലും ഒരുപാട് വാറോലകൾ വലിച്ചു കൂട്ടിയിട്ട് പ്രസ്ഥാനത്തെ ഇസ്ലാഹി സുന്നത്ത് ജമാഅത്തിനെ മുഴുവനും കരിവാരി തേച്ചുകൊണ്ടുള്ള ഒരു അവസ്ഥയാണ് ഇന്നത്തെ ഭൂരിപക്ഷ പണ്ഡിതന്മാർ നീക്കൊണ്ടിരിക്കുന്നത്. വളരെ വേദനയുണ്ട്. ഹിമ്മത്തുഹും ബുത്തൂന എന്ന് പ്രവാചകർ പറഞ്ഞു. അവസാനം വയറിന് വേണ്ടി അവർ നിലവിളി കൂട്ടുന്നവരാണ്. മാത്രമല്ല ഹിമ്മത്തും ബുത്തൂന വശറഫവും മതാഹും, അവർ ദുനിയാവിലെ വസ്തുക്കൾ, അവർക്ക് ദുനിയാവിലെ ചരക്കുകൾ, അവർ വസ്തുക്കളും അവരതിൽ മേൽമ കൊണ്ടും അതിൽ പ്രൗഢി കാണിക്കുകയും ചെയ്യും. അതിന് മാത്രം സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. മാത്രമല്ല വദീനുഹും ദറാഹിമു ദനാനിറ, ദിർഹമും ദീനാറുമായി മാറുകയാണ് ചെയ്യുക. എന്ത്? അവരുടെ മതം ദീനെന്തായി മാറും? ദിർഹമും ദീനാറുമായി മാറും. ഇന്ന് അങ്ങനെയാണല്ലോ, പൈസക്ക് വേണ്ടിയിട്ടാണ് മതത്തെ വിൽക്കുന്നത്. ഈ രൂപത്തിലൊരവസ്ഥയാണ് ഈ ഹദീസിൽ പറഞ്ഞത്. അവസാനം പറയാണ് കിബിലത്തും നിസാവും, അവർക്കുള്ള കിബില വരെ സ്ത്രീകളായി മാറുകയും അതിന് പുറമെ എന്നിട്ട് പറയാം ഉലൈക ശർറുൽ ഖൽഖ് ലാ ഖലാഖ ലഹും ഇൻദല്ലാഹ്, സൃഷ്ടികൾ വെച്ച് ഏറ്റവും ദുഷ്ടവരാണ്, ഏറ്റവും നിന്ദ്യരാണ് അവർ. അവർക്ക് ലാ ഖലാഖ ലഹും ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ അവർക്ക് യാതൊരു സ്ഥാനവുമില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ച ഒരു ഹദീസ് നമുക്ക് ഓർമ്മ വരികയാണ്. ഈ ഹദീസ് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക. അവസാനം ഈ നൂറ്റാണ്ടിൽ വരാനിരിക്കുന്ന ഒരു വിഭാഗമാണ്. അങ്ങനെയുള്ള ഒരു വിഭാഗത്തെ തൊട്ട് ശരണം തേടിക്കൊണ്ട് തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരും ഖുർആനും സുന്നത്തനുസരിച്ച് ജീവിതത്തിൽ കൊണ്ടുവരാൻ ആ അഹ്ല സുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ അഖീദ പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്ലാറ്റ്ഫോമിൽ വന്നാൽ മാത്രമേ സാധിക്കൂ എന്നുകൊണ്ട് പ്രത്യേകം പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുകയാണ്. കാരണം ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലും ക്ഷണിച്ചിട്ട് പോകാത്തതിൻ്റെ പേരിൽ പുറത്താക്കുകയും എതിർക്കുകയും ചെയ്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരികയാണ് ചെയ്തത്. മാത്രമല്ല വളരെ പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട്. ഒരു ശ്രീകണ്ഠാപുരത്ത് ബന്ധു മർത്താലുമായി കൊണ്ട് ആ സമയത്ത് അവിടുന്ന് ഇറക്കി വിട്ടു. എന്തിൻ്റെ പേരിൽ എന്ന് ചോദിച്ചാൽ പിലാത്തറ സമ്മേളനത്തിൽ പ്രചരണ ഉദ്ഘാടനത്തിന് സുഹൈർ ചുങ്കത്തറയും അതുപോലെ തന്നെ പ്രഗൽഭ പണ്ഡിതന്മാരെല്ലാവരും കൂടി ഉള്ള ആ പിലാത്തറ സമ്മേളനത്തിന് ആമുഖമായിട്ട് പയ്യന്നൂർ അങ്ങാടിയിൽ വെച്ച് ഒരു പ്രചരണ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. ആ പ്രചരണ ഉദ്ഘാടനം സംസ്ഥാന തലത്തിലുള്ള ആ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തത് എൻ്റെ ഫോട്ടോ ആ പേപ്പറിൽ വന്ന കാരണത്താൽ അവിടെയുള്ള SSFന്റെ പ്രവർത്തകന്മാർ, സൂപ്പർ സുന്നി എന്ന് പറയുന്ന പ്രവർത്തകന്മാർ അവിടെ വന്ന് പ്രശ്നമുണ്ടാക്കുകയും അവിടെ നിന്ന് ഇറക്കി വിടുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ മറ്റൊരു മഹലിൽ കുടിയിരിക്കലിന് വീട്ടിലെ ഗൃഹപ്രവേശനത്തിന് സെക്രട്ടറി ആയപ്പോൾ പള്ളിയിലെ ഇമാമ ജമാഅത്ത്, നേരത്തെ പറഞ്ഞതുപോലെ പള്ളിയുടെ സഭയുടെ ജമാഅത്ത് അവിടെ വെച്ച് നിർവഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നടുവിൽ ജുമാ മസ്ജിദിൽ ഖത്തീബായി നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എത്ര സ്ഥാനത്ത് നിൽക്കുന്ന ആളാണെങ്കിലും ശരി, എനിക്ക് ഏൽപ്പിക്കപ്പെട്ട ഫർള് നമസ്കാരം പള്ളിയിൽ വെച്ച് നിർവഹിക്കണമെന്നാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. അതുകൊണ്ട് പള്ളിയിൽ ഉള്ള നമസ്കാരത്തിൻ്റെ ഫർള് നമസ്കാരത്തിൻ്റെ പ്രതിഫലം, ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നതിൻ്റെ പ്രതിഫലം, ഇമാമത്തിൻ്റെ കൂലി ഇതെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ 500-നോ 100-ന് വേണ്ടി ഞാനത് തയ്യാറില്ല, ഇനി ജുമാ കഴിഞ്ഞിട്ട് നമസ്കാരം കഴിഞ്ഞിട്ടേ വരാൻ പറ്റൂ, എന്നിട്ട് പള്ളി ദർസിലെ മുത്താലിമീങ്ങളെ പറഞ്ഞയച്ചു കൊടുക്കണം, മുക്രിന് അയച്ചു കൊടുക്കണം. എന്തിനാണ്? 4 ഭാഗത്തുനിന്ന് ബാങ്ക് വിളിക്കുന്നൊരു ആചാരം. ഈ രൂപത്തിലുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 മൂലക്കൽ നിന്ന് ബാങ്ക് കൊടുക്കുന്ന അവസ്ഥ വടക്കേ മലബാറിൽ നല്ലപോലെ നടക്കുന്നുണ്ട്. പള്ളിയിലെ ദർസിലെ മുത്താലിമീങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ്, മദ്രസയിലെ മമ്മിയായ മുഅല്ലിമീങ്ങളെയും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ രൂപത്തിലുള്ള ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ രൂപത്തിൽ ദീനിനെ വികൃതമാക്കിയിട്ട് പല ആചാരങ്ങളും കടത്തിക്കൂട്ടിയിട്ട് വിദഅത്തിന്റെ ആചാരങ്ങൾ കടത്തിക്കൂട്ടിക്കൊണ്ട് പരിശുദ്ധ ദീനിനെ
വളരെയധികം മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന അവസ്ഥയിലേക്ക് നീക്കൊണ്ടിരിക്കുമ്പോൾ ഈ അവസ്ഥയിൽ യഥാർത്ഥ ഖുർആനും സുന്നത്തും എന്താണ് വിദഅത്ത്, എന്താണ് സുന്നത്ത്, എന്താണ് ശിർക്ക്, എന്താണ് തൗഹീദ് എന്ന് വ്യക്തമായിട്ട് പഠിക്കാനുള്ള മാധ്യമമുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് നിങ്ങൾ കടന്നു വരികയും ആ ഇസ്ലാഹി പ്രസ്ഥാനം എന്താണോ പറയുന്നത് ഖുർആനും സുന്നത്തിലേക്കുമാണ്. ആ ഖുർആനും സുന്നത്ത് യഥാവിധി പഠിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തുകയും